അസ്സലാമലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് വരുന്നത് എൻ്റെ കസിൻ ബ്രദർ ആദ്യമായി ജോബ് കിട്ടിയിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് ഞാനിവിടെ ഇടുന്നത്. നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഒത്തുകൂടിയ ഒരു രംഗമാണ് ഞാനിവിടെ വ്ളോഗായി ഇടുന്നത്. ഇന്ന് വ്ളോഗ് എടുക്കാനൊന്നും വലിയ മൂഡില്ലായിരുന്നു, കാരണം എല്ലാവരും ടെൻഷനിലാണ്. അപ്പോൾ അവനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അവനൊന്ന് ഹാപ്പി ആക്കി വിടാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു ചില്ലൊക്കെ ചെയ്തു. പിന്നെ നമ്മളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും കൂടിയാൽ തന്നെ പിന്നെ ഒന്നും പറയണ്ട. പക്ഷെ ഇന്ന് നമ്മൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നന്നായിട്ട് അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവനെ യാത്ര പറഞ്ഞയച്ചത്. പിറ്റേ ദിവസം മോർണിംഗ് ആണ് ബ്രദർ പോകുന്നത്. അപ്പോൾ തലേന്ന് രാത്രിയായിരുന്നു യാത്രയപ്പം നമ്മൾ ഒത്തുകൂടലും എല്ലാം. അപ്പോൾ കസിൻസ് എല്ലാം പുറത്ത് ബാംഗ്ലൂരിലും കോയമ്പത്തൂരും അങ്ങനെ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ബ്രദർ പോകുന്ന സമയത്ത്. അപ്പം നമ്മൾ ഒരു കസിൻസിൻ്റെ ഒരു പട തന്നെയുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒത്താൽ തന്നെ നല്ല രസമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അനീത്തിമാരുടെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെറിയൊരു ഗെയിം കാര്യങ്ങൾ അങ്ങനെയൊക്കെ രാത്രിയാണ് സമയം. കാരണം ഒരു 7 മണി ടു 10 മണി 10:30 സമയത്ത് എല്ലാവരും ഗെയിമെല്ലാം കളിച്ചും മക്കൾസ് എല്ലാം ക്യാരംസ് എല്ലാം കളിച്ചും അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ ഗൾഫിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, നമുക്ക് എന്ത് ആവശ്യത്തിനും നാട്ടിലേക്ക് എത്താം. പണ്ടൊക്കെ അല്ലേ ലീവ് കിട്ടാനും പറ്റില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എപ്പോഴും നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം വലിയ തോതിൽ ആർക്കും സങ്കടങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. എന്നാലും അനിയന് ഫസ്റ്റ് ടൈം ആയി പോകുന്നതുകൊണ്ട് എനിക്ക് മനസ്സിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവനത് പ്രകടിപ്പിച്ചില്ല നമ്മളെ മുമ്പിലൊന്നും. എന്തായാലും അവിടെ എത്തി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജോലിയും കാര്യങ്ങളെല്ലാം റാഹത്താവാൻ വേണ്ടി നിങ്ങളുടെ ദുആയിൽ അവനെയും കൂടി ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ കുറേ ഗെയിമെല്ലാം കളിച്ചതിന് ശേഷം പിന്നെ ഫുഡ് ടൈം ആയി. നമ്മളെല്ലാവരും കൂടി ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി അങ്ങനെ പല ടൈപ്പ് ഓഫ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്താണ്. ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. നമ്മുടെ ലാസ്റ്റ് കസിൻസ് എല്ലാവരും കൂടി കഴിക്കുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഞാനിത്. കാരണം യാത്രയപ്പ് എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും ഓരോരോ സമയത്തായിരിക്കുമല്ലോ വരിക. കല്യാണം അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഒരു സമയത്ത് തന്നെ എല്ലാവരും എത്തുമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഓരോരുത്തരും ഓരോരോ സമയത്തായിരിക്കുമല്ലോ വരിക. അപ്പം എല്ലാവരും വരുന്ന സമയത്ത് വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. കാരണം നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വന്നതും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ പെട്ടികെട്ടലാണിത്. പെട്ടികെട്ടൽ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണല്ലേ. അങ്ങനെ പെട്ടിയെല്ലാം കെട്ടി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഉസ്താദുമാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, ദുആ എല്ലാം ചെയ്ത് രാവിലെയാണ് ഇറങ്ങിയത്. ഇൻഷാ അല്ലാഹ് എൻ്റെ ചെറിയൊരു വ്ളോഗാണിത്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം റാഹത്താവാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാനും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നീയും പതിഞ്ഞേ ഇതറ പോയിടേ റൂഹ് പിടഞ്ഞേ കിബില തിരിഞ്ഞേ കിബിറ് വെടിഞ്ഞേ പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ്. പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ്.